ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തുകയാണ്. MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിന്റെ തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം SP-ക്ക് പരാതി നൽകി. CBI ഉദ്യോഗസ്ഥയായിരുന്ന സുജാത ഭട്ടിന്റെ മകൾ അനന്യ ഭട്ടിനെ 2003-ലാണ് ധർമ്മസ്ഥലയിൽ നിന്നും ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. ഇതിനിടയിൽ കേസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തി. മെഡിക്കൽ വിദ്യാർത്ഥിനി അനന്യ ഭട്ടിന്റെ ദുരൂഹ തിരോധാനത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അമ്മ സുജാത ഭട്ട് ദക്ഷിണ കന്നഡ ജില്ലാ SP-ക്ക് പരാതി നൽകി. മണിപ്പാൽ മെഡിക്കൽ കോളേജിലെ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയായിരുന്ന അനന്യ ഭട്ടിനെ 2003-ലാണ് ധർമ്മസ്ഥലയിൽ നിന്നും കാണാതായത്. ധർമ്മസ്ഥലയിലും പരിസര പ്രദേശങ്ങളിലും താമസിക്കുന്ന സഹപാഠികളെ കാണാനായി എത്തിയപ്പോഴാണ് അനന്യ ഭട്ടിനെ ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത്. ക്ഷേത്രത്തിന് സമീപത്തു നിന്നായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. കൊൽക്കത്തയിൽ CBI ഓഫീസിലെ സ്റ്റെനോഗ്രാഫറായ അമ്മ സുജാത ഭട്ട് പരാതിയുമായി ബെൽത്തങ്ങാടി പോലീസിലെത്തിയെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ല. സ്വന്തം നിലയിൽ അന്വേഷിക്കാനായിരുന്നു പോലീസിന്റെ നിർദ്ദേശമെന്ന് SP-ക്ക് നൽകിയ പരാതിയിൽ ഇവർ പറയുന്നു. ഇതൊക്കെ ഇവിടെ പതിവാണെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ പരിഹാസം. ಧರ್ಮಸ್ಥಳ ಸ್ಟೇಷನ್ ಇರಲಿಲ್ಲ, ಬೆಳ್ತಂಗಡಿ ಸ್ಟೇಷನ್ ಇದ್ದಿದ್ದು. ಅವಾಗ ಕೇಳಿದವಾಗ ಹೇಳಿದ್ರು, ನಮ್ಗೇನು ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ರೆ ನೀವು ಹೋಗಮ್ಮ, ಯಾವನ್ ಜೊತೆಗೆ ಹೋಗಿರ್ಬೋದು, ಹುಡ್ಕಮ್ಮ, ನಮ್ಗೇನ್ ಅದೇ ಕೆಲ್ಸನಾ ಅಂತ ಹೇಳಿ, ನಮ್ಗೇನ್ ಬೇರೆ ಕೆಲ್ಸ ಇಲ್ವಾ ಅಂತ ಹೇಳಿ ಸ್ವಲ್ಪ ಇದರಿಂದ ಕಳಿಸಿದ್ರು. ಅಲ್ಲಿಂದ ವಾಪಸ್ ನಾನು ಧರ್ಮಸ್ಥಳಕ್ಕೆ ಹೋದೆ. ಧರ್ಮಸ್ಥಳಕ್ಕೆ ಹೋದಾಗ ವೀರೇಂದ್ರ ಹೆಗ್ಡೆಯವರನ್ನ ಕೇಳಿದವಾಗ ಅವರು ಅದನ್ನೇ ಹೇಳಿದ್ರು, ನಾವೇನ್ ಹುಟ್ಟಿಕೊಂಡಿರಕ್ಕಾಗತ್ತಾ ಅಂತ ಹೇಳಿದ್ರು. പിന്നീട് ക്ഷേത്രത്തിന് സമീപത്തെത്തി സ്വന്തം നിലയിൽ അന്വേഷണം നടത്തുന്നതിനിടെ ഒരു സംഘം ഇവരെ ക്രൂരമായി ആക്രമിച്ചു. അബോധാവസ്ഥയിലായ ഇവർ 4 മാസത്തോളം ബംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ദക്ഷിണ കന്നഡ ജില്ലാ SP ഡോക്ടർ അരുൺ കേയ്ക്കാണ് സുജാത ಅಭಿಭಾಷಕರ ಮುಖೇನೆ ಪರಾದಿ നൽകിയിരിക്കുന്നത്. ಅವ್ರ ಮಗಳು ಇವ್ರೇನಾದ್ರು ಎಕ್ಸಿಮಿಷನ್ ಮಾಡಿದ್ರೆ ಎಲ್ಲಾರು ಅವ್ರ ಮಗಳು ಅಸ್ತಿ ಇವ್ DNA ಜೊತೆ ಮ್ಯಾಚ್ ಆಗಿ ಅಂತ ಸಿಕ್ಕಿದ್ರೆ ಅಷ್ಟಕ್ಕೆ ಅವರು ಅವ್ರ ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡ್ಬಿಟ್ಟು, ಒಂದು ವಯಸ್ಸಾಗಿದೆ ಇವ್ರಿಗೆ, ಇವ್ರು ಯಾರಿಲ್ಲ, ಅದಕ್ಕೆ ಅವ್ರ ಶ್ರಾದ್ದ ಎಲ್ಲ ಮಾಡ್ಬಿಟ್ಟು ನಾನು ಜೀವ ಬಿಡ್ತೀನಿ ಅನ್ನೋದಕ್ಕೆ ಇದ್ದಾರೆ. ಅದಕ್ಕೋಸ್ಕರ ನಾವು SP ಸಾಹೇಬ್ ಮೀಟ್ ಮಾಡಕ್ ಬಂದ್ವಿ. SP ತುಂಬಾ ಪಾಸಿಟಿವ್ ರೆಸ್ಪಾನ್ಸಿಬಿಲಿಟಿ ಅವ್ರು ಹೇಳಿದಾರೆ ಕ್ಲೀನ್ ಆಗಿ. ಆಸ್ ಪರ್ ದಿ ಲಾ ಏನ್ ಮಾಡ್ಬೋದು ಎಲ್ಲ ನಾ ಮಾಡ್ತೀನಿ, ನಾನು ಲೀಗಲ್ ಒಪಿನಿಯನ್ ತಗೊಂಡ್ಬಿಟ್ಟು ಏನ್ ಮಾಡ್ಬೋದು ಮಾಡ್ತೀನಿ, ನಿಮ್ಮ ಡ್ಯೂಟಿ ಏನಿದೆ, ನಿಮ್ಮ ರೈಟ್ಸ್ ಏನಿದೆ, ಕಂಪ್ಲೇಂಟ್ ಕೊಡೋದು ಅದೇನಿದೆ ನೀವು ಮಾಡ್ಕೊಂಡು ಹೋಗಿ ಅಂತ ಹೇಳಿದ್ದಾರೆ. ರೆಸ್ಪಾನ್ಸ್ ಮಾಡಿದ್ರೆ ನಾವು ಒಂದು ಪಾಸಿಟಿವ್ ರೆಸ್ಪಾನ್ಸ್ ಎಕ್ಸ್ಪೆಕ್ಟ್ ಮಾಡ್ತಾ ಇದೀವಿ. ಒಳ್ಳೇದಾಗ್ಲಿ ಅಂತ ನಾನು. ഇതിനിടയിൽ സംഭവത്തിൽ ഇടപെടലുമായി കർണാടക വനിതാ കമ്മീഷൻ രംഗത്തെത്തി. ധർമ്മസ്ഥലയിലെ കൊലപാതക പരമ്പര സംബന്ധിച്ച വെളിപ്പെടുത്തൽ അന്വേഷിക്കാൻ പ്രത്യേക സംഘം രൂപീകരിക്കണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ നാഗലക്ഷ്മി ചൗധരി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് 18 വാർത്തയെ തുടർന്നാണ് ഇടപെടൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളും യുവതികളുമാണ് ധർമ്മസ്ഥലയിൽ ലൈംഗിക പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടവരിൽ ഏറെയും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ അടിയന്തര ഇടപെടൽ വേണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മുൻ ജീവനക്കാരന്റെ വെളിപ്പെടുത്തലിൽ സത്യാവസ്ഥ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ വ്യക്തമാക്കി. ധർമ്മസ്ഥല കൊലപാതക പരമ്പര അന്വേഷിക്കാൻ DGP പ്രണാബ് മൊഹന്തി IPS-ന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റിയും രംഗത്തെത്തിയിട്ടുണ്ട്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്.